الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله عباد الله സ്നേഹാദരണീയനായ സഹോദരി സഹോദരന്മാരെ, സൂറ നിസ 163 ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള ഏതാനും ആയത്തുകൾ പ്രവാചകന്മാരെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا ورسلا قد قصصناهم عليك من قبل ورسلا لم نقصصهم عليك وكلم الله موسى تكليما رسلا مبشرين ومنذرين لئلا يكون للناس على الله حجة بعد الرسل وكان الله عزيزا حكيما لكن الله يشهد بما أنزل إليك أنزله بعلمه والملائكة يشهدون وكفى بالله شهيدا. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് സംബോധന. ഇന്നാ ഔഹൈനാ ഇലൈക, നിശ്ചയമായും താങ്കളിലേക്ക് നാം വഹി നൽകിയിരിക്കുന്നു. ഔഹാ യുഹി എന്ന് പറഞ്ഞാൽ വഹി നൽകി, സന്ദേശം നൽകി. ഏതുപോലെ കമാ ഔഹൈനാ ഇലാ നൂഹിൻ, നൂഹ് അലൈഹിസ്സലാമിന് നാം വഹി നൽകിയതുപോലെ എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നുബുവ്വത്ത് നൽകുന്നത്, നബിമാർക്ക് നുബുവ്വത്ത് നൽകുന്നത്. ഇനി നബുവത്തോടൊപ്പം തന്നെ ചിലർക്ക് റിസാലത്ത് കൂടി, ആ ദൗത്യം കൂടി നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് അവൻ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്കാണ്. പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ജനങ്ങൾ കൂടി ഇന്ന ആളെ നമുക്ക് പ്രവാചകനാക്കണം എന്ന് പറഞ്ഞ രീതിയല്ല, അല്ലാഹുവാണ് തെരഞ്ഞെടുക്കുന്നത്. സൂറ ഹജ്ജിന്റെ അവസാന ഭാഗം അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു യസ്തഫി മിനൽ മലായികതി റസുലൻ വമിനൻ നാസ്. മലക്കുകളിൽ നിന്നും ദൂതന്മാരെ അല്ലാഹു തിരഞ്ഞെടുക്കുന്നു, ജനങ്ങളിൽ നിന്നും റസൂലുകളെ, ദൂതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നു. അല്ലാഹുവാണ് അത് തീരുമാനിക്കേണ്ടത്, ആരാണ് നബിയാകേണ്ടത്, ആരാണ് റസൂലാകേണ്ടത്. ഇനി വഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് നേരിട്ട് കാര്യങ്ങൾ പറയുന്ന രീതിയല്ല, വഹി മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ വഹി ആര് മുഖേനയാണ് കൊടുക്കുന്നത്? അല്ലാഹു തന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുത്ത മലക്കുകളിൽപ്പെട്ട ഒരു ദൂതനുണ്ട്. അതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. റൂഹുൽ അമീൻ എന്നൊക്കെ ഖുർആനിൽ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. റൂഹുൽ അമീൻ. സൂറത്തുൽ ഖദർ ഇങ്ങനെ ഓതി നോക്കിയാൽ അത് കാണാൻ കഴിയും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആൻ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് താങ്കളെ അറിയിച്ചു തന്നത് എന്താണ്? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ ഇന്ന ലൈലത്തുൽ ഖദറിന്റെ മഹത്വമാണ് പഠിച്ചത്. 1000 മാസത്തേക്കാൾ അതിനേക്കാളാണ് ഖൈറും മിൻ അൽഫി ശഹർ. അതിന്റെ സവിശേഷത എന്താണ്? തനസ്സലുൽ മലായിക. മലക്കുകൾ ഇറങ്ങി വരുന്ന നാമാണ് തനസ്സലുൽ മലായിക. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്നു. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന പല സന്ദർഭങ്ങളുണ്ട്. ഇവിടെ മലക്കുകളുണ്ട്. അള്ളാഹു നിശ്ചയിച്ചതാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുകയും അത് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സദസ്സുകളിൽ പൊതിഞ്ഞു നിന്ന് അവിടെ വന്ന ആളുകൾക്ക് വേണ്ടി കരുണ ചൊരിയാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. മലക്കുകളെ ഓരോ ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ആരെത്തും? മലക്കുകൾ. മലക്കുകളിൽ വിശ്വാസം നമ്മുടെ ഈമാൻ കാര്യത്തിൽപ്പെട്ട ഒരു സംഗതിയായി പറഞ്ഞു. ഇപ്പൊ ഈ വഹി എത്തിക്കുക എന്നുള്ളത് അങ്ങനെ നോക്കൂ, നിങ്ങൾ പല രീതിയിലും അത് നൽകുന്നുണ്ട്. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് സന്ദേശം കൊടുത്തത് അതിനെ കുറിച്ച് വഹി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വഅൗഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഇഹി. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് നാം വഹി നൽകിയത് നീ അവനെ മുലയൂട്ടി വളർത്തണം. ഉമ്മക്ക് ഇപ്പൊ വഹി കൊടുക്കേണ്ട ആവശ്യമില്ല മുലയൂട്ടി വളർത്താൻ. കാരണം എന്താ? ആ ഉമ്മ അള്ളാന്റെ കൽപ്പന പ്രകാരം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കുട്ടിനെ പെട്ടിയിലാക്കി നൈലിൽ ഒതുക്കി ഒഴുക്കി. നീ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. നിന്നിലേക്ക് തന്നെ മൂസയെ ഞാൻ നിനക്ക് അടക്കി തരുമെന്നൊക്കെ പറഞ്ഞു. ഇനി നീ തന്നെ ആ കുഞ്ഞിനെ മുലയൂട്ടി വളർത്തണമെന്ന് ഉമ്മി മൂസ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലെ കാര്യങ്ങൾ അനിഖലി ഫീഹി ഫിത്താബൂതി ഫഖലി ഫീഹി ഫിൽ യമ്മി ഫലിയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ യഖുദുഹു അദുവ്വുൻ ലീ വഅദുവ്വുൻ ലഹ്. ആ കുഞ്ഞിന്റെ ശത്രുവും എന്റെ ശത്രുവുമായ ഒരാൾ ആരെടുക്കും? ആ കുഞ്ഞിനെ എടുക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിന്നിലേക്ക് തന്നെ ആ കുഞ്ഞിനെ മടക്കി തരും. ഈ നോക്കൂ, തേനീച്ചകളൊക്കെ കൂട് കൂട്ടുന്നില്ല അല്ലേ? ഈ തേനീച്ച കൂടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏറ്റവും സങ്കീർണമായ രീതിയിലാണ് തേനീച്ചകൾ കൂടുണ്ടാക്കുന്നത്. നമ്മൾക്കാണ് സങ്കീർണത. തേനീച്ചകൾക്ക് കൂടുണ്ടാക്കാൻ ഒരു പണി. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവജാലങ്ങൾക്കും അവർക്ക് എങ്ങനെയൊക്കെ അവരുടെ ഭക്ഷണങ്ങൾ ശേഖരിക്കണമെന്നും കൂടുണ്ടാക്കണമെന്നും എങ്ങനെയൊക്കെ ജീവിതം നയിക്കണമെന്നുള്ള ആ നൈസർഗികമായ ബോധം സൃഷ്ടിപ്പിൽ തന്നെ പഠിച്ചവൻ കൊടുത്തു. എല്ലാ ജീവികളുടെയും അവസ്ഥയും അവർക്കൊന്നും വേറെ പഠിച്ചുണ്ടാക്കേണ്ടതില്ല. ഒരു എഞ്ചിനീയറിംഗിന്റെ വശത്തിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു തേനീച്ചയുടെ കൂട് അത് നിർമ്മിച്ചുണ്ടാക്കാൻ മനുഷ്യരായ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസകരമായ ഒരു രീതിയിലാണ്. അതിന് തേനീച്ച ഉപയോഗിക്കുന്ന മെഴുക് അത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തേനിന്റെ ഒരു ഭാഗമായി ഉണ്ടാകുന്ന മെഴുക് കൊണ്ട് തന്നെയാണ് എന്ത് ഉണ്ടാക്കുന്നത്? അത് കൂടുണ്ടാക്കുന്നത്. അതിന്റെ ആകൃതി, അതേപോലെ തന്നെ തേനീച്ചകൾ തേൻ അത് സംഭരിക്കാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ യാത്രയുടെ രീതി നമ്മളിങ്ങനെ എട്ട് തുടങ്ങും. ഈ രൂപത്തിലാണ് തേനീച്ചകൾ പോകുന്നത്. എത്ര ദൂര ദിക്കിലേക്ക് തന്നെ ഈ പൂമ്പൊടിയും പൂന്തേനും ഒക്കെ ശേഖരിക്കാൻ നമ്മൾ യാത്ര ചെയ്ത് പറന്നു പോയാലും വീണ്ടും വഴി തെറ്റാതെ തങ്ങളുടെ കൂടുകളിലേക്ക് തന്നെ തിരിച്ചു വരാൻ കഴിയും. ഈ ജോലിയൊക്കെ അധികം ചെയ്യുന്നത് തേനീച്ചകളുടെ കൂട്ടത്തിലെ പെണ്ണീച്ചകളാണ്. അവര് പണിയെടുക്കും. ആണീച്ചകൾക്ക് വല്ലാതെ പണിയൊന്നുമില്ല. വീട്ടിൽ ഇങ്ങനെ കാവലൊക്കെ ഇരുന്ന് പുതിയ അപ്പളാരായി അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചകളുടെ കാര്യം പറഞ്ഞു സൂറത്തുൻ നഹ്ൽ. അങ്ങനെ അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്.
സൂറ അൻ-നഹ്ൽ, തേനീച്ച എന്ന അധ്യായം. അവിടെ പറയുന്നത് وَأَوْحَىٰ رَبُّكَ إِلَى النَّحْلِ أَنِ اتَّخِذِي مِنَ الْجِبَالِ بُيُوتًا وَمِنَ الشَّجَرِ وَمِمَّا يَعْرِشُونَ. وَأَوْحَىٰ رَبُّكَ, നിന്റെ റബ്ബ് ബോധനം നൽകിയിട്ടുണ്ട്. വഹീ, ഔഹായിലൂടെ എന്നുള്ള പദം അതിന്റെ ആശയവൈകുല്യമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. തേനീച്ചയ്ക്ക് പഠിച്ചവൻ ബോധനം നൽകി. എന്താണ് അനിത്തഹിരി എന്നാ പറയുന്നത്? പെണ്ണീച്ചയോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അനിത്തഹിരി എന്ന് പറയുന്നത്. പെണ്ണിനോടുള്ള സംബോധനയാണ്. മിനൽ ജിബാൽ, പർവ്വതങ്ങളിലൊക്കെ നീ പിന്നെ കൂട് കെട്ടിക്കൊള്ളു. വലിയ വലിയ പർവ്വതങ്ങൾക്ക് മുകളിൽ എന്തുണ്ട്? തേനീച്ചയുടെ കൂടുണ്ടാകും. മിനൽ ജിബാലി ബുയൂതൻ വമിനശ്ശജരി, മരങ്ങൾക്ക് മുകളിൽ, വമിമ്മാ യഅരിശൂൻ, മനുഷ്യന്മാർ പന്തലിട്ട് ഉണ്ടാക്കുന്ന അവരുടെ ഈ പന്തലുകളിലുമൊക്കെ നീ എന്ത് ചെയ്തോ? കൂടുണ്ടാക്കിക്കോ എന്ന് പറയുന്നു. ഇനി തുടർന്ന് അതിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ സഞ്ചാരവും അതേപോലെ തന്നെ തേൻപൊടി, പൂമ്പൊടിയും തേനും ഒക്കെ ശേഖരിക്കുന്നതും. അത് അവസാനം നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ, ഉപയോഗിക്കാൻ പറ്റുന്ന, കുടിക്കാൻ പറ്റുന്ന ഒരു തേനായി, നല്ല സിദ്ധ ഔഷധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. വിശ്വാസികളായ ആളുകളെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ആരോടാണ്? തേനീച്ചയോടാണ്. നിങ്ങൾ തേനീച്ചയെ പോലെയാണ്. തേനീച്ച എന്താണ്? അത് നല്ലതേ ഭക്ഷിക്കുകയുള്ളൂ, നല്ലതേ അത് മറ്റുള്ളവർക്ക് നൽകുകയുള്ളൂ. അപ്പോൾ നല്ലത് നിന്ന് മറ്റുള്ളവർക്ക് നല്ലത് മാത്രം കൊടുക്കുന്നവരാകണം ആര്? വിശ്വാസികൾ എന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ആ ഉപമയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഇന്ന ഔഹൈനാ, നാം വഹീ നൽകി. അപ്പൊ തേനീച്ചക്ക് നൽകിയ പോലുള്ള വഹിയല്ല ആർക്ക് നൽകുന്നത്? അമ്പിയാക്കൾക്ക്. എല്ലാ മൃഗങ്ങൾക്കും ജീവികൾക്കും അവരുടെ കൂടുണ്ടാക്കുന്ന ഏത് പക്ഷിന്റെ കൂടുണ്ടാക്കുന്നത് നമുക്ക് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ കൂട്ടത്തിൽ ഒരു എഞ്ചിനീയർ വന്നിട്ട് പ്ലാനൊക്കെ വരച്ച് എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് അവരുടെ കൂടുണ്ടാക്കുന്നത് ആണോ? നമുക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്വന്തം കഴിയും? ഇല്ല. എത്ര ആളുടെ സഹായം വേണം, ഏതൊക്കെ സംഗതികൾ വേണം. പക്ഷികള്, ജീവജാലങ്ങൾ നോക്കുമ്പോൾ സ്വന്തം കൂടുണ്ടാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള, അതാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിന്റെ റബ്ബാരാണ് ചോദിച്ചപ്പോൾ റബ്ബിനെ പരിചയപ്പെടുത്തി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ഒരു രംഗമുണ്ട്. റബ്ബുനല്ലദീ അഅത കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നമ്മുടെ റബ്ബാരാണെന്നോ? അല്ലദീ അഅത കുല്ല ശൈ, എല്ലാ ജീവികൾക്കും, എല്ലാ വസ്തുക്കൾക്കും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയവനാണ് ആര്? എത്ര ജീവജാലങ്ങളുണ്ട് എന്ന് ആലോചിച്ചു. ജീവനുള്ളതും ഇല്ലാത്തതുമായ മനുഷ്യരെ കൂടാതെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനും ഉന്നതനും ഉത്കൃഷ്ടനുമാണ് ആര്? ഇതൊക്കെ അല്ലാഹു ആർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്? നമുക്ക് വേണ്ടി. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമുഖത്തുള്ളതെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടികൾക്കൊക്കെ എന്ത് ചെയ്തു? എങ്ങനെ ജീവിക്കണം എന്നുള്ള, അതാണ് സുമ്മ ഹദാ, എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്നതിനുള്ള ബോധവും അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ള ബുധ വേറെയാണ്. മനുഷ്യരായ നമുക്ക് നോക്കൂ, ഒരു പശു പ്രസവിച്ചാൽ ആ പശുക്കിടാവ് ഉടൻ എങ്ങോട്ടാ പോവുക? ആ തള്ളപ്പശുവിന്റെ അകട്ടിലേക്ക് പോകും. ഒരു ആട് പ്രസവിച്ചാൽ പ്രസവിച്ച ഉടനെ ആ ആട്ടിൻകുട്ടികൾ എങ്ങോട്ടാ പോവുക? ഇങ്ങോട്ടാ നേരെ പോവുക? ആ ആടിന്റെ അകട്ടിലേക്ക് പോയി അവർക്ക് ആവശ്യമുള്ള അവിടെ ഉണ്ട് എന്നുള്ള അവർക്കറിയാം. വഴി തെറ്റോ? ഇല്ല. എന്നാൽ ഒരു ഉമ്മ പ്രസവിച്ചാൽ കുഞ്ഞെന്താ ചെയ്യാ? എന്താ ചെയ്യാ? കരിയല്ലാതെ എവിടെയാണ് എനിക്കുള്ള മുലപ്പാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്? ഒരു മനുഷ്യ കുഞ്ഞിനുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒന്നും അറിയാത്തവരായി സൃഷ്ടിക്കപ്പെട്ടവനാണ് ആര്? മനുഷ്യൻ. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅൻ. ഷൈഅ എന്ന് പറഞ്ഞാൽ
ഒരു ചുക്കെന്ന് വേണമെങ്കിൽ പറയാം. ഈ ചുക്കിനെ അറിഞ്ഞെന്ന് വെച്ചാൽ ശരി എന്ന് പറയുന്നത്. അപ്പൊ അത് ഒന്നും ഒരു കാര്യവും അറിയാത്തവരായ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. എല്ലാം പഠിക്കണം. നമ്മൾ എങ്ങനെ പഠിക്കണം? ആദ്യം ഓപ്പൺ ചെയ്യുന്നത് എന്ന കാതാണ് ഇന്ന സമം. പിന്നെ ഓപ്പൺ ചെയ്യുന്ന എന്താണ്? ബർസം. പിന്നെന്താണ്? നിങ്ങളുടെ കേൾവിയിലൂടെ, നിങ്ങളുടെ കാഴ്ചയിലൂടെ, അങ്ങനെ അത് മുഖേനയുള്ള നിങ്ങളുടെ ചിന്തകളിലൂടെ, ആലോചനയിലൂടെയാണ് മനുഷ്യരെല്ലാം പഠിക്കുന്നത്. നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിച്ചെടുക്കണം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെറുപ്പകാലത്ത് കഴിഞ്ഞു കൂടുന്നത് എവിടെയാണ്? നമ്മുടെ ഉമ്മാന്റെ കൂടെ. അപ്പൊ നമുക്ക് വേണ്ട മുലപ്പാൽ എവിടെയാണെന്ന് ഉമ്മാന്റെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടെത്തി കുടിക്കുന്നത്. അവിടെയും നമുക്ക് വേണ്ടതൊക്കെ പഠിച്ചുകൊണ്ട് ഒരുക്കി വെക്കുന്നുണ്ട് എന്നില്ല. നമ്മുടെ റബ്ബാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു കുഞ്ഞിന് ഒരു പുതിയ ലോകത്ത് നിന്ന് വേറൊരു ലോകത്തേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ, ഗർഭാശയത്തിൽ നിന്ന് പുതിയ ഭൂമിയാകുന്ന ഈ ലോകത്തേക്ക് വരുമ്പോൾ ഇവിടെ അവിടെ ഉള്ള മാതിരിയുള്ള സുരക്ഷിതത്വം ഉണ്ടോ? അവിടെ നമുക്ക് ഭക്ഷണം വായിലൂടെയാണ് കഴിച്ചത്? അല്ല. നമ്മുടെ കണ്ണവിടെ തുറന്നിട്ടില്ല, കാത് അതിന്റെ സംഗതികളൊന്നും പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല, ഒരവയവും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. അതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇളകാനേ കഴിയുള്ളൂ. അവിടെ അല്ലാഹു നമുക്ക് വേണ്ടതെല്ലാം നൽകിയത് ഒരൊറ്റ അവയവത്തിലൂടെയാണ്. അതേതാ അവയവം? നമ്മുടെ പൊക്കിൾ കൊടിയിലൂടെയാണ് നമ്മൾ വളർന്നത്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞ കാലം പഠിച്ചവന്റെ ഓരോ അത്ഭുതകരമായ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് വേണ്ടതെല്ലാം അതിലൂടെ പഠിച്ചവൻ തന്നു. ഇനി പുതിയ ലോകത്തേക്ക് വരികയാണ്. അവിടെ ഈ വൈറസ് ഉണ്ടോ? അവിടെ ബാക്ടീരിയകൾ ഉണ്ടോ? അവിടെ രോഗാണുക്കളുണ്ടോ? വളരെ ഭദ്രമായ ആ നമ്മുടെ ഗർഭാശയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വളർത്തിയത്. പുതിയ ലോകത്തേക്ക് വരുമ്പോൾ ഇനി എന്ത് ചെയ്യണം? ആദ്യമായി നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശേഷി അത് ശക്തമാക്കണം. അതിന് ആദ്യം തന്നെ മുലപ്പാൽ കൊടുക്കണം. ഒരു കുഞ്ഞിനെ വേണ്ടത് മുലപ്പാലിൽ ആദ്യം തന്നെ ആ കുഞ്ഞ് കുടിക്കുന്ന മുലപ്പാലിൽ കൊളസ്ട്രോൾ എന്ന ഒരു അംശമുണ്ട്. അതെന്താണെന്നോ? അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ശക്തമാക്കാനുള്ള എല്ലാ പോഷകങ്ങളും മൂലകങ്ങളും അടങ്ങിയ മുലപ്പാൽ ആദ്യം കുറച്ച് കുടിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വളർച്ചക്കനുസരിച്ച് മുലപ്പാലിലെ ഓരോ കണ്ടന്റിനും മാറ്റം വരുത്തുന്നുണ്ട്. കുറച്ച് എത്ര കൊല്ലം കുടിക്കണത്? ആദ്യത്തെ ഒരു മാസം കുടിച്ച മുലപ്പാല 2 മാസം ആകുമ്പോൾ കുടിക്കണത്? നമ്മൾ കുട്ടികൾക്ക് പിന്നെ മുലപ്പാലൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് കലക്കി കൊടുക്കുന്ന പൗഡർ ഉണ്ടോ? അതിന്റെ പേര് നമ്മുടെ പറയുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാം. അതില് 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ് അല്ലേ? 3 വയസ്സില്ല, 1, 2, 3, 4 നമ്പറില്ലേ? 6 മാസം കഴിയുമ്പോൾ ആദ്യത്തെ ഇത് പഠിച്ചുകൊണ്ട് ഇവിടെ തന്നെയാണ്. എന്തൊരു അത്ഭുതമാണ്! നമ്മുടെ മാതാവിന്റെ മാറിടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച് സംവിധാനിച്ചിട്ടുള്ളതെന്നാണ് മുലപ്പാലിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്തൊക്കെയാണ് പറയുന്നത്. 2 കൊല്ലം പരിപൂർണമായി നിങ്ങളുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? മുലപ്പാൽ. അവരുടെ വളർച്ച, ശാരീരികമായ, ബുദ്ധിപരമായ എല്ലാ നിലക്കുമുള്ള വളർച്ച മാത്രമല്ല, ഉമ്മയോടടുത്ത് തന്റെ മാറിടത്തിൽ ഒട്ടിച്ചേർന്ന് നിന്ന് വളരുന്ന ആ കുഞ്ഞിന് കിട്ടുന്ന മാതാവിൽ നിന്ന് കിട്ടുന്ന എന്തുണ്ട്? ഒരു സംതൃപ്തിയുണ്ട്. മാതാവിന് അത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മളാക്കാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ആ അവയവത്തിന്റെ ഒരു പാട് എല്ലാ മനുഷ്യന്മാരുടെയും അടിവയറ്റിലുണ്ട്. അല്ലേ? ആണിന്റെയും പെണ്ണിന്റെയും ഇല്ലേ? എന്താണത്? ആ പൊക്കിൾ കൂടി പറയുന്നത് എന്താണ്? മനുഷ്യ, നിനക്കൊരു ഉമ്മയുണ്ട്. മനുഷ്യ, നിനക്കൊരു ഉമ്മയുണ്ട്. ഈ പൊക്കിൾ കൂടി അവസാനം ചെന്നെത്തുന്ന എവിടെയാണെന്നോ? പൊക്കിൾ കൂടി ഇല്ലാത്ത ഒരു ഉമ്മയിലാണ്.
പൊക്കിൾ കൊടി ഇല്ലാത്തൊരു ഉമ്മ ഉണ്ട്. ആരാ? പൊക്കിൾ കൊടി ഇല്ലാത്തൊരു വാപ്പുണ്ട്. അതാരാ? ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാമിന് പൊക്കിൾ കൊടി ഉണ്ടാവും. ഗർഭാശയത്തിൽ കിടന്നാണോ വന്നത്? ആദിമാതാവ് ഗർഭാശയത്തിൽ കിടന്നാണോ വന്നത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനാണ്. ആ ആണിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച പെണ്ണ്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ നിസാ. ഇതൊക്കെ പറഞ്ഞു തരുന്നതിനാ മനുഷ്യന്മാരെ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ എല്ലാവർക്കും അല്ലാഹു വഹീ നൽകുന്നുണ്ട്. പക്ഷെ അമ്പിയാക്കൾക്ക് നൽകുന്ന വഹീ എന്താണ്? നമുക്കുള്ള ഹുദയാണ്. ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗ ദർശനം. നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ, നേരായ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് അള്ളാഹുവിനെ കണ്ടെത്താൻ, ആ തീർത്ഥയാത്ര നടത്താൻ വേണ്ടി ഓഹൈനാ ഇലൈക കമാ ഓഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി. നൂഹ് നബി അലൈഹിസ്സലാമക്ക് ശേഷം നാം അയച്ചിട്ടുള്ള എല്ലാ നബിമാർക്കും താങ്കൾക്കുമൊക്കെ അവർക്ക് വഹീ നൽകിയ പോലെ തന്നെ നിങ്ങൾക്ക് വഹീ നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കൂ, ഇനി ഓരോ അമ്പിയാക്കളെ എടുത്ത് പറയണം. ഇനി അമ്പിയാക്കളുടെ പേരാണ്, അമ്പിയാക്കളുടെ പേരാണ് പറയുന്നത്. وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داوود زبورا. ഇതിൽ എല്ലാവരുടെ പേര് മനസ്സിലായല്ലോ. അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏത് നബിയാ? അസ്ബാത്ത് നബി എങ്ങനെയുണ്ടോ? ഒരുപാട് തമാശ പറയാറ് കുട്ടികളോട്. എനിക്ക് അറിയാവുന്ന അമ്പിയാക്കളുടെ പേര്, നബിമാരുടെ പേര് പറഞ്ഞപ്പോ നബിമാരെ എങ്ങനെ പേര്, പിന്നെ എണ്ണ തേക്കാൻ പറഞ്ഞപ്പോ വസത്ത് നബിയാണ് കേട്ടോ. അവിടെ വസത്ത് നബി അവിടില്ല നബിയ വസത്തിന ബിഹി അല്ലേ? വസത്തിന ബിഹിയാണ്. ഇതേപോലെ അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സിബത്തുൻ എന്ന പദത്തിന്റെ ബഹുവചന രൂപമാണിത് അസ്ബാത്ത് എന്നുള്ളത്. സിബത്ത് ജമ്മ് അസ്ബാത്ത്. സിബത്തുൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം പൗത്രൻ എന്നാണ്. പൗത്രൻ, മകന്റെ മകൻ, അങ്ങനെ മക്കളായിട്ട് പോകുന്നത്. ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ചേർത്ത് പറയുന്നു യാക്കൂബ് വൽ അസ്ബാത്ത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളും എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അസ്ബാത്ത് നബിയല്ല, യാക്കൂബ് അലൈഹി സ്വലാമിന്റെ സന്താനങ്ങളിലാണ് പിന്നെ കൂടുതൽ പ്രവാചകന്മാരുണ്ടായിട്ടുള്ളത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്ര മക്കളായിരുന്നു? എത്ര? 12 മക്കൾ. അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വപ്നത്തെ കുറിച്ച് സൂറ യൂസുഫിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നുണ്ട്. ഇനി റഅയ്തു 11 കൗകബ. അപ്പാ ഞാൻ 11 നക്ഷത്രങ്ങളെ കിനാവ് കണ്ടു. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കണ്ടു. എന്താ കണ്ടതെന്നോ? റഅയ്തുഹും, അവരെയൊക്കെ ഞാൻ കണ്ടത് ലീ സാജിദീൻ, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. 11 നക്ഷത്രങ്ങൾ പ്ലസ് യൂസുഫ് അലൈഹിസ്സലാം, അത്ര 12. അതാണ് അസ്ബാത്ത്. ആരുടെ അസ്ബാത്ത്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അസ്ബാത്ത്. അതോ യൂസുഫ് ഷംസ് ബാപ്പ, ഖമർ ഉമ്മയും ബാപ്പയും തന്റെ എല്ലാ ഹൃദയസും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ അമ്മ പറഞ്ഞെന്താണോ? ആ ബുനയ്യ തഖസ്സുസ് റുബിയാക അലാ ഇഖ്വതിക ഫയഖീദു ലക കൈദാ. മോനെ, നീ കണ്ട കിനാബ് എന്റെ കൂട്ടുകാരോട് പറയുന്നത്, നിന്റെ സഹോദരങ്ങളോട് പറയുന്നത്, നിനക്കെതിരെ അവര് കുതന്ത്രം പ്രയോഗിച്ചു. ആ കുതന്ത്രം പ്രയോഗിച്ച അദ്ദേഹത്തിന്റെ സൂറത്ത് യൂസുഫിൽ മുഴുവൻ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ വാപ്പാക്ക് യൂസുഫിനോട് വല്ലൊരു സ്നേഹം കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുടങ്ങിയ ആ കഥയാണ് അതിൽ പറയുന്നത്. ഈ അസ്ബാത്ത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സന്താന പരമ്പരകളിലാണ് ഇതിന് പ്രവാചകന്മാർ ഉണ്ടായിട്ടുള്ളത് എന്നാണ്.
പിന്നെ അതിൽപ്പെട്ട പ്രവാചകന്മാരെ എണ്ണി പറയുന്നത് നോക്കൂ. വഈസ, ഇതൊരു ഡിസോർഡറിലാണ്. ഈസാ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് മുമ്പുള്ള പ്രവാചകൻ. വഈസ വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാൻ വആതൈനാ ദാവൂദ സബൂറ. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാമിന്റെ മകനാണ് ആര്? സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ അലൈഹിസ്സലാമിനെ പറഞ്ഞു, പിന്നെ പിതാവ് ദാവൂദ് അലൈഹിസ്സലാമിനെ പറഞ്ഞു. മാത്രമല്ല ഗ്രന്ഥത്തെ കൂടി എന്ത് ചെയ്യുന്നു? പരിചയപ്പെടുത്തുന്നു. അസ്സബൂർ എന്ന് പറഞ്ഞാൽ ശരിക്ക് സബൂറുൻ, അസ്സബൂർ അസ്സുബൂർ, കിതാബ് കുത്തുബ് എന്നാണ് അതിന്റെ പദത്തിന്റെ അർത്ഥം. ഗ്രന്ഥം എന്ന അർത്ഥത്തിലുള്ളത് സബൂർ. എന്നാൽ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ വേദഗ്രന്ഥമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദാവൂദിന്റെ സബൂർ. അത് സങ്കീർത്തനം, ദാവൂദിന്റെ സങ്കീർത്തനം എന്നാണ് അതിൽ ബൈബിളിലും ഇഞ്ചീലിലും ഒക്കെ അതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക. ഇനി ഇതേപോലെയുള്ള മുർസലുകളായ അല്ലാഹുവിന്റെ ദൂതന്മാരായ ആളുകൾ, ഖദ് ഖസസ്നാഹും അലൈക, പ്രവാചകരെ അവരുടെ കഥകളൊക്കെ താങ്കൾക്ക് നാം പറഞ്ഞു തന്നിട്ടുണ്ട്. മിൻ ഖബൽ, ഇതിനു മുമ്പ്. വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക, ഇനി വേറെയും കുറച്ച് പ്രവാചകന്മാർ, അവരെ കുറിച്ചുള്ള കഥകൾ നാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആനിൽ ഇപ്പൊ എത്ര പ്രവാചകന്മാരുടെ പേര് ആകെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുള്ളൂ? എത്ര പ്രവാചകന്മാരുടെ പേര് പറയുന്നുള്ളൂ? 25 പ്രവാചകന്മാരുടെ പേരാണ് ഖുർആൻ പേരെടുത്തുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അത് വിശദമായി ചരിത്രം പറഞ്ഞ് പരാമർശിച്ച് പഠിപ്പിക്കുന്ന പ്രവാചകൻ ആണ് ആര്? ആര്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ ഒരു സൂറ തന്നെ ഉണ്ട്, സൂറ ഇന്നാ വഹൈനാ നൂഹൻ ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി എന്ന് പറഞ്ഞുകൊണ്ട് സൂറ നൂഹ് തന്നെ ആരംഭിക്കാൻ നൂഹിനെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില പ്രവാചകന്മാരുടെ പേരിൽ സൂറകളുണ്ട്. ഏതൊക്കെ പ്രവാചകന്മാരുടെ പേരിൽ സൂറകളുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. സൂറ ഇബ്രാഹിം, പിന്നെ സൂറ യൂസുഫ് ഉണ്ട്, സൂറ യൂനുസ് ഉണ്ട്, സൂറ ഹൂദ് ഉണ്ട്, സൂറ മുഹമ്മദ് ഉണ്ട്, അല്ലേ? അതൊക്കെ പ്രവാചകന്മാരുടെ പേരിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സൂറകളെ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഖുർആനിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ അധ്യായങ്ങളായി ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും കൂടുതൽ പേരെടുത്ത് പരാമർശിച്ച പ്രവാചകനാണ് ആര്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഇതൊക്കെയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആകെ എത്ര പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്? ആകെ എത്ര പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടാവും? 25 ആളുടെ പേരേ പറയുന്നുള്ളൂ. അതിൽ ചരിത്രം പറയുന്നത് കുറച്ച് ആളുകളുണ്ട്, കുറച്ച് ആളുകളെ പേര് പരാമർശിച്ചു പോകുന്നുണ്ട്, ചരിത്രം പറയാതെ പോകുന്നുണ്ട്. ആകെ അബീ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന, അബൂ ഗഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന പിന്നെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 1,024,000 എത്രയാണ്? 1,00,000. 1,24,000. 24,000. അപ്പോൾ എത്രയായി? 1,24,000 പരം കിട്ടില്ലെങ്കിൽ അധികം, ഇത്രയും കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അങ്ങനെ അത്രത്തോളം അംബിയാ മുർസലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യ സമൂഹത്തിലേക്ക് അയച്ചു. അതിൽ ആദ്യത്തെ പ്രവാചകൻ ആരാണ്? അതാണ് നൂഹ് അലൈഹിസ്സലാം. ആദ്യത്തെ നബി എന്ന് പറയാവുന്ന ആളാണ് ആദ്യ പിതാവ് അബുൽ ബശർ. അപ്പൊ നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ വഹീം നബുവത്ത് കിട്ടിയാൽ ആരായി? നബിയാണ് കേട്ടോ. റസൂലും കൂടി ആകണമെങ്കിൽ നബിമാരെയാണ് അള്ളാഹ് ആരും കൂടി ആക്കുന്നത്? റസൂൽ കൂടി ആക്കുന്നത്. നബിമാരെ ആയിരിക്കും
റസൂലുകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിക്കുന്നു. അത് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏതെങ്കിലും ഒരു സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി ആ ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് അവർക്ക് റിസാലത്ത് കൂടി നൽകിക്കൊണ്ട് അല്ലാഹു അയക്കുന്ന നബിമാരാണ് ആര്? മുർസലുകൾ എന്ന് പറയുന്നത്. വഹീ നബുവത്തൊക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ ഒരു പ്രത്യേക സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നവർക്കാണ് എന്ത് പറയാ? ആദ്യത്തെ ഉമ്മത്ത് എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തിലേക്ക് നിയമിച്ച റസൂലാണ് ആര്? നൂഹ്. അതുകൊണ്ടാണ് നമ്മൾ നൂഹ് നബി അലൈഹി സ്വലാമിനെ ഒന്നാമത്തെ റസൂല് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പ്രവാചകന്മാരിലെല്ലാം ശ്രേഷ്ഠരായ പ്രവാചകന്മാരായി അല്ലാഹു പറഞ്ഞു തന്ന ഉലുൽ അസ്മ്, അവരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠന്മാരായവർ ആരൊക്കെയാണ്? ഒന്ന് നൂഹ്, ഇബ്രാഹിം, പിന്നെ ആരാണ്? മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആ പ്രവാചകന്മാരുടെ തിൽക്കർ റസൂൽ ഫല്ലൽനാ ബഅദഹും അലാ ബഅദ്. ആ ജുസ്അനെ തുടങ്ങുന്ന അങ്ങനെയാണ്. ആ പ്രവാചകന്മാരിൽ, ആ റസൂലുകളിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠനായ 1,00,000-ലധികം എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലാഹു നിയോഗിച്ച ഈ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ, നബിയും റസൂലും ആരാണ്? പറയാം. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാമുൽ അംബിയ, എല്ലാ അംബിയാക്കളുടെയും ഇമാം ആയിക്കൊണ്ടാണ് അവസാനത്തെ ഖാതിമുൽ അംബിയ കൂടിയാണ്. ഖാതിമുൽ അംബിയ എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകൻ. പ്രവാചകത്വത്തിന്റെ ആ ശൃംഖല ആരിലൂടെ പര്യവസാനിച്ചിരിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് അവസാനിച്ചിരിക്കുന്നു. ഇനി ഈ ലോകത്തേക്ക് ഒരു പ്രവാചകൻ ആഗതനാകേണ്ട ആവശ്യമില്ല. പ്രവാചകന്റെ ഏതുവരെ? ലോകാവസാനം. അപ്പൊ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും മാർഗദർശിയായി അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. മാർഗദർശനമായി നമുക്ക് അവതരിപ്പിച്ചു തന്ന ദിവ്യ ഗ്രന്ഥമാണിത്. ഈ വിശുദ്ധ ഖുർആൻ, ഇതിനു മുമ്പ് ഒരുപാട് കിതാബുകൾ അല്ലാഹു ഇറക്കിയിട്ടുണ്ട് അല്ലേ? എത്ര അതിൽ ശ്രേഷ്ഠമായ വേദഗ്രന്ഥാണ് അത് പറഞ്ഞ വാതൈന ദാവൂദ സബൂർ, അതിനുശേഷം തൗറാത്ത്, ഇൻജീൽ, സുഹുഫ് ഇബ്രാഹിം എന്ന് പറയുന്നത്. സുഹുഫ് എന്ന് പറഞ്ഞാൽ സഹീഫ എന്ന പദത്തിന്റെ ബഹുവചനമാണത് സുഹുഫ്. സഹീഫത്തുൻ എന്ന് പറഞ്ഞാൽ 7, സുഹുഫ് എന്ന് പറഞ്ഞാലോ 7. അപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 7. അപ്പൊ നബിക്ക് വഹി കൊടുത്ത പോലെയല്ല മറ്റു അമ്പിയാക്കൾക്കൊന്നും കൊടുത്ത പോലെയല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേദഗ്രന്ഥങ്ങൾ. മറ്റേത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഗ്രന്ഥം കൊടുക്കുകയാണെന്ന് വെച്ച്, റസൂലിന് കൊടുത്തതോ 23 വർഷകാലങ്ങൾക്കിടയിലാണ് എന്ത് അവതരിച്ചിരിക്കുന്നത്? ഖുർആനിന്റെ ദിവ്യ സൂക്തങ്ങൾ. അത് ഹിറാ ഗുഹയിൽ നിന്ന് ആരംഭിച്ച് പിന്നെ അവസാനത്തെ ഒരു സൂറ ഒന്നിച്ചിറങ്ങിയ റസൂൽ അവസാനം ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ മിനയിൽ വെച്ചാണ്. ഏത് സൂറയാണത്? സൂറ അൻ-നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഒരു സൂറ എന്ന നിലയ്ക്ക്, ഇതൊരു സൂക്തം എന്ന നിലയ്ക്ക് ഇറങ്ങിയതോ സൂറ മാഇദയിലെ 3-ാമത്തെ സൂക്തത്തിന്റെ ഒരു ഭാഗം. അപ്പൊ ആ ആയത്ത് ഫില്ല് ചെയ്യാതെ നിൽക്കണത് വരെ, ആ ആയത്ത് ഇറങ്ങണ വരെ. ആയത്ത് ഏതാണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. ഇതോടുകൂടി ആ ഖുർആനിന്റെ അവതരണം എന്ത് ചെയ്യുന്നു? പൂർത്തിയാണ്. ഇങ്ങനെ ഒരു ഓർഡറിൽ. അപ്പൊ ഇത് ഒരു സൂറയിൽ എത്ര ആയത്തുകൾ ഉണ്ട് എന്നും ആ ആയത്തുകൾ ഏതിന് ശേഷം ഏത് വരണമെന്നും അതിന്റെ ആരംഭം ഏതാകണമെന്നും അതിന്റെ അവസാനം ഏതാകണമെന്നും എന്നൊക്കെ ആരാ തീരുമാനിക്കുന്നത്? അതാരാ തീരുമാനിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തീരുമാനിക്കും. ഇന്ന അലൈന ജംഅഹു വ ഖുർആന. ആ ഖുർആനിന്റെ ക്രോഡീകരണവും അത് പാരായണം ചെയ്ത് കേൾപ്പിക്കലും. ഇന്ന അലൈന, നമ്മുടെ
ബാധ്യതയാണ്. ആരുടെ ബാധ്യത? അല്ലാഹുവിന്റെ. ഇതിനു മുമ്പ് അവതരിച്ച തൗറാത്ത് അതേപോലെ ഉണ്ടോ? ഇല്ല, മാറ്റത്തിരുത്തലിന് വിധേയമാണ്. ഇഞ്ചീൽ അതേപോലെ ഉണ്ടോ? സബൂർ അതേപോലെ ഉണ്ടോ? ഇബ്രാഹിം നബിയുടെ ഏടുകൾ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ അതിലൊക്കെ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ ആദർശങ്ങൾ പല വേദഗ്രന്ഥങ്ങളിലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ രാജ്യത്തേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ? ചൈനയിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ? യൂറോപ്യൻ കൺട്രീസിലേക്ക് പ്രവാചകന്മാരെ അള്ളാഹ് അയച്ചിട്ടുണ്ടോ? അമേരിക്കൻ നാടുകളിലേക്ക് പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ടോ? നമ്മളോട് ചോദിച്ചാൽ എന്താ പറയാ? നമ്മളെന്താ പറയേണ്ടത്? ഖുർആന്റെ ആയത്ത് കൊണ്ട് തന്നെ പറയുന്നത് ലിക്കുല്ലി ഖൗമിൻ ഹാദ്. ജനങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ അവിടേക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനമാക്കാനായി ഒരാളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർക്കൊക്കെ എന്തുണ്ടാകും? പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ. നിശ്ചയം എല്ലാ സമുദായത്തിലേക്കും നമ്മൾ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കഥയുടെ പേരോ നമുക്കറിയില്ല. ആരെ പറഞ്ഞ? ഖുർആൻ തന്നെ പറയുന്നു, നബിയോട് തന്നെ പറയുന്നത്. എന്താ പറയുന്നത്? അവരിലം നഖ്സുസ്ഹും അലൈക്. താങ്കൾക്ക് അവരുടെ ചരിത്രവും കഥയും പറഞ്ഞു തരാത്ത പ്രവാചകന്മാരും ആരെയും കൂട്ടത്തിലുണ്ട്. നമ്മളിവിടെ വേദങ്ങളുണ്ടോ? ഇന്ത്യയിൽ വേദമുണ്ടോ? ഇവിടുത്തെ പ്രധാനപ്പെട്ട 4 വേദങ്ങൾ നോക്കിയാൽ നമ്മൾ ഇന്ത്യക്കാരാട്ടോ. ഇന്ത്യ തന്നെ ഇന്ത്യക്കാരായ നമുക്ക് നമ്മൾ ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്ന വേദങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഋഗ്വേദം, പിന്നെ സോമവേദം, അഥർവവേദം, യജുർവേദം. 4 വേദങ്ങൾ ഇവിടെ ഉണ്ട്. ആ വേദങ്ങളിലൊക്കെ ഉണ്ട്. അത് മലയാളത്തിലും വാങ്ങാൻ കിട്ടും അല്ലെ? ആ വേദങ്ങളിലൊക്കെ ഇതേപോലെയുള്ള അവരുടെ സ്മൃതികളിലും വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ എന്തുണ്ടെന്നോ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന മെസ്സേജ് അതിലുണ്ട്. ഈ പ്രപഞ്ചത്തിന് ഏകനായ ഒരു സൃഷ്ടാവുണ്ട്, അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന മെസ്സേജ് എഴുതിയുണ്ട്. ആകെ കഴുകി മാറ്റിക്കളഞ്ഞാലും സംഗതി അവിടെ ഇവിടെ ഏതെങ്കിലും ഒക്കെ എന്തുണ്ടാവും? ബാക്കി ഉണ്ടാവും. ഒക്കെ പാറ്റ തുടച്ചു നിൽക്കാനൊന്നും കഴിയില്ല. ആ ഖുർആനിന്റെ ഈ വിശ്വാസപരമായ അടിസ്ഥാനപരമായ അന്തസത്ത ഇവിടെ പല വേദങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യന്റെ ഈ ഭൗതിക ജീവിതം ക്ഷണികമാണെന്ന്, അവന്റെ യഥാർത്ഥ ജീവിതം മരണാനന്തരമുള്ള പരലോക ജീവിതമാണെന്നുള്ള കാര്യങ്ങളാണ് അതിൽ. നരകമുണ്ട്, സ്വർഗമുണ്ട്, അവിടെ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, ഇതൊക്കെ ഖുർആനിലെ മാത്രമല്ല എല്ലാത്തിനും. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിലനിർത്തുന്നു എന്നതാണ്. അപ്പൊ നോക്കൂ, വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ വറുസുലൻ ലൻ നഖ്സുസുഹും അലൈക വകല്ലമ അല്ലാഹു മൂസാ തക്ലീമാ. ഇത് മൂസാ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു സൗഭാഗ്യമായിക്കൊണ്ടാണ് എന്ത് പറയുന്നത്? കല്ലമ അല്ലാഹു മൂസ. മൂസയോട് അല്ലാഹു സംസാരിച്ചു. തക്ലീമ, ഒരു സംസാരം. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ പറയുന്നു കലീമുല്ലാഹ് എന്ന് പറയുന്നത്. കലീമുല്ലാഹി, അല്ലാഹുവുമായി സംസാരിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ആരെ പറയുന്നത്? നമ്മള് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത്. ആ സംസാര സംഗതികളൊക്കെ പല തവണ നമ്മുടെ ഈ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അത് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചല്ലോ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം, ശരിക്കും മനുഷ്യൻ ഇവിടെ പിറന്നുണ്ടാകുന്നത് മാതാപിതാക്കളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഉമ്മ ഗർഭം ധരിച്ചുകൊണ്ട് അങ്ങനെ പിറന്നുണ്ടാകുന്നവരാണ് ആര്? മനുഷ്യന്മാര്. എന്നാൽ പിതാവില്ലാതെ അത്ഭുതകരമായി ജനിച്ച ആളാണ് ആര്? ഈസാ. അതിനും പഠിച്ചോന് കഴിയും കേട്ടോ. അങ്ങനെ മനുഷ്യന് ജന്മം നൽകാൻ ആർക്ക് കഴിയും? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്
കഴിയും എന്ന് കൂടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി നോക്കൂ, ഈ പ്രവാചകന്മാരുടെ ഡ്യൂട്ടിയാണ് ഇനി പറയുന്നത്. ഇവിടെ ഈ ആയത്തിൽ എത്ര പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു? സൂറ നിസായിലെ 163 ഈ ആയത്തിൽ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. പേര് പറഞ്ഞ മറ്റൊരു ആയത്ത് സൂറ അൻആമിലെ 84 മുതൽ 86 വരെയുള്ള ആയത്തില് ബാക്കി പ്രവാചകന്മാരുടെ പേര് കൂടി പറഞ്ഞു. 25 ആകണ്ടേ? ഇതെല്ലാം പരിശോധിച്ചു നോക്കണ്ടേ? 25 ആണ്. സൂറ അൻആമിലെ 84 മുതൽ 86 വരെ. അത് വേണമെങ്കിൽ ഞാൻ നോക്കാം. അദ്ദേഹത്തിന് നാം ഇസ്ഹാഖിനെയും യാക്കൂബിനെയും നൽകി. അതാർക്കാ നൽകിയത്? ഇസ്ഹാഖിനെയും യാക്കൂബിനെയും ആർക്കാ നൽകിയത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകുന്ന പേരെ കുട്ടിയാണ് യാക്കൂബ് അലൈഹി സ്വലാം. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ كُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِن قَبْلُ وَمِن ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ. ഇതൊക്കെ ഇതിൽ വന്നുല്ലേ? വരാത്തേതാ നോക്കി. وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين. എല്ലാ അമ്പിയാക്കളുടെയും പേര് തന്നെ ഖുർആനിന്റെ ആയത്തിലൂടെ ഈ സൂറത്തുൽ നിസായിലെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ 63 ആയത്ത് എന്ന പോലെ തന്നെ അൻആമിലെ 84 മുതൽ 86 വരെയുള്ള ആയത്തുകളിൽ ഒന്നാണ്. ഈ ചരിത്രം എല്ലാവരുടേതും ഒരുമിച്ച് പറയുന്ന 2 സൂറകളുണ്ട്. ആ 2 സൂറയാണെന്ന് അൽ അംബിയ. സൂറ അംബിയ എന്ന് പറഞ്ഞാൽ എന്താ? അംബിയാക്കൾ അത് ഒരുമിച്ച് പറയും. മറ്റൊരു സൂറയാണ് സൂറ ശുആറ. സൂറ അശ്ശുആറ. ശുആറ എന്ന് പറഞ്ഞ കവികൾ, ശായർ, ശുആറ. അതിൽ അമ്പിയാക്കളുടെ ചരിത്രം സംക്ഷിപ്തമായി എല്ലാവരും ഒന്നിനുമായി ഒന്നായിട്ട് ഇങ്ങനെ പറയുന്നു. ഓർഡർ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞു തന്നത് നൂഹ് നബി അലൈഹി സ്വലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരാ പറയുന്നത്? ഇബ്രാഹിം നബി അല്ല, എന്റെ 2 സമുദായങ്ങളെ കുറിച്ച് തന്നെ പറയുന്നു. ആദ് വ സമൂദ് അല്ലേ? സമൂദ്. പിന്നെ ഓരോരോ ചരിത്രം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത് അബുൽ അംബിയാണ്, പ്രവാചകന്മാരുടെ പിതാവാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികളായിക്കൊണ്ടാണ് മറ്റു അമ്പിയാക്കളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഈ കഥകളൊക്കെ വിശദീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ചരിത്രത്തിൽ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ഗുണപാഠങ്ങളുണ്ട്, അതിനു വേണ്ടിയാകുന്നു ഇതെല്ലാം താങ്കൾക്ക് നാം അറിയിച്ചു തരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇനി അവിടെ ഒരു ഡ്യൂട്ടി. എന്താ ഡ്യൂട്ടി? റുസുലം മുബശ്ശിരീന വമുൻദിരീൻ. റുസുലൻ, ഇവർ പ്രവാചകന്മാരാണ്. അവരുടെ ഡ്യൂട്ടി ഒന്നെന്താണ്? മുബശ്ശിറാണ്. ബശ്ശറ യുബശ്ശിറു. മുബശ്ശിർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിച്ചു. ആ മുബശ്ശിർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. അതിന്റെ ബഹുവചനം മുബശ്ശിരീൻ, മുബശ്ശിറൂൻ. അപ്പൊ സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടാണ് പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചത്. എന്താ സന്തോഷ വാർത്ത? നമുക്ക് എന്ത് സന്തോഷ വാർത്തയാണ്? നിങ്ങളിങ്ങനെ ജീവിച്ച് മരിച്ചാണ് പോയിക്കോളി എന്ന് പറയാനോട് വേണോ? എന്താണ്? ഇവിടെ ഈ ജീവിതം കൊണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ ഒരു ലോകമുണ്ട്. ആ സന്തോഷ വാർത്തയാണ്. ഇവിടെയുള്ള നിങ്ങളുടെ ഒരു അധ്വാനവും വെറുതെയാവുകയില്ല, നിങ്ങളുടെ ഒരു കഷ്ടപ്പാടും വെറുതെയാവുകയില്ല, നിങ്ങളുടെ ഒരു സഹനവും. എന്തൊക്കെ നമ്മളിവിടെ സഹിക്കുന്നില്ലേ? ഇവിടെ നിങ്ങൾ സഹിച്ച സഹനങ്ങളും ക്ലേശിച്ച ക്ലേശങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും, ആ ദുരിതം മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾ ആസ്വദിച്ച അനുഗ്രഹങ്ങളും
നമ്മള് അനുഗ്രഹീതമായ ജീവിതം നയിക്കണേന് പഠിച്ച നമുക്ക് കൂലി തരുന്നില്ലേ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ? ഇതൊക്കെ എന്റെ മകണ്ട് സന്തോഷായില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് കഴിയണില്ലേ? അൽഹംദുലില്ലാ. സ്വന്തം കൈ കൊണ്ട് നമ്മൾ ഗ്ലാസ് എടുത്തിട്ട് കുടിക്കാൻ കഴിയുന്നില്ലേ? അല്ലേ? അൽഹംദുലില്ലാ. നമ്മുടെ അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നില്ലേ? ഇത് കഴിയാത്തവരുണ്ടോ? ഇവിടെ ഉണ്ടോ? അധികം ദൂരം പോകണോ? മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്തല്ലേ? ഉപയോഗിക്കും. ചലനമറ്റ് കിടക്കുന്ന മനുഷ്യന്മാർ, കണ്ണിങ്ങനെ കണ്ണിന്റെ ഇമ വെട്ടാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു കൊതുക് അടിച്ചാൽ അടിച്ചു കൊല്ലും നമ്മളാണ്, അല്ലേ? കൈയടക്കാൻ കഴിയാത്ത മനുഷ്യന്മാർ, അവർക്കൊന്ന് ചെന്ന് കണ്ടു. അപ്പോഴാണ് നമ്മൾ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളെ അറിയാം. അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ? ഞാൻ പറഞ്ഞോളി, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏത് അവസ്ഥയിലും അല്ലാഹുവിന് സർവസ്തുതിയും. അപ്പൊ നമ്മൾ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾക്കും പടച്ചവൻ കൂലി തരും. കാരണം എന്താണോ? നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്ത് പറഞ്ഞു? ബിസ്മില്ലാ. അത് കഴിച്ചു കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണോ? ഇങ്ങനെ ഭക്ഷണം കഴിച്ചുമ്പോ അല്ലാഹുവിനെ ഓർക്കുന്ന, കഴിച്ചു കഴിഞ്ഞാൽ ഹംദ് ചൊല്ലുന്ന ഒരാള്, അവനെ കുറിച്ച് മലക്കുകളോട് അല്ലാഹ് പറയും, അവനെ ശാകിരീങ്ങളുടെ പട്ടികയിൽ രേഖപ്പെടുത്തണം. സുബ്ഹാനല്ലാഹ്. ശാകിരീങ്ങളുടെ പട്ടിക, നന്ദി കാണിച്ച അടിമയുടെ പട്ടികയിൽ അവനെ രേഖപ്പെടുത്തണം എന്നാണ് ആര് പറയുന്നത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് സൂറ ഇസ്രായിൽ പറയുന്നുണ്ട്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നിശ്ചയമായും അദ്ദേഹം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അടിമയാകുന്നു. അല്ലാഹ് നമ്മളെ നന്ദി കാണിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അതിന്റെ ഒരു പ്രഥമ സ്റ്റെപ്പാണെന്ത്? ബിസ്മില്ലാ. കഴിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമല്ലേ? ഇതിനൊക്കെ അവിടുന്ന് കൂലി കിട്ടും. ഇവിടുന്ന് വയറ് നിറയും, ദാഹം മാറും, അവിടുന്ന് സ്വർഗം. അതാണ് തബ്ശീർ. ഇങ്ങനെയുള്ള സന്തോഷ വാർത്ത മനുഷ്യരെ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ആരെ അയച്ചത്? അമ്പിയാക്കളെ അയച്ചത്. അപ്പൊ അമ്പിയാക്കളെ അയച്ചു എന്നുള്ളത് ചില്ലറ അനുഗ്രഹമാണോ? അല്ല. അവർക്ക് വേദഗ്രന്ഥങ്ങളും ഹിദായത്തും നൽകിയതുള്ള ചില്ലറ അനുഗ്രഹങ്ങളല്ല. മനുഷ്യന്മാരെ അല്ല അവിടെയൊക്കെ എപ്പോഴൊക്കെ പോറ്റി വളർത്തുന്നുണ്ട് ഒരു സമുദായമായിട്ട്. പോലെ വെറുതെ വിടില്ല പഠിച്ചം ചെയ്തത്. ഹിദായത്തിലേക്ക്, നിർമാർഗത്തിലേക്ക്, സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരെ മുബശ്ശിരീൻ, സന്തോഷ വാർത്ത അറിയിച്ചു. നേരെ മറിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? മുൻദിരീൻ, വാണിംഗ് നൽകാൻ. ഇൻദാർ എന്ന് പറഞ്ഞാൽ എന്താ? വാണിംഗ്. ഇൻദാർ, വാണിംഗ്. ഈ നമ്മളിപ്പോ ഇവിടെ ഈ ഉപയോഗിക്കുന്ന മരുന്ന് കുപ്പിയൊക്കെ അല്ലേ? അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിന്റെ കുപ്പിയൊക്കെ അല്ലേ? ആ ലിക്വിഡ് ആണെങ്കിലും മറ്റൊക്കെ ആണെങ്കിൽ വാണിംഗ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും, അല്ലേ? മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് നോക്കി കൊടുക്കണവരൊക്കെ അതിൽ എന്തുണ്ടാകും? വാണിംഗ് ഉണ്ടാവും. സിഗരറ്റ് വലിക്കുന്നവരാരോടില്ല എന്നാ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. സിഗരറ്റ് പാക്കിന്റെ അടിയിൽ എന്തുണ്ടാകും? വാണിംഗ്. പണ്ടൊക്കെ ചെറുതാക്കി എഴുതി, ഇപ്പൊ വലുതാക്കി എഴുതി ചിത്രമൊക്കെ കൊടുക്കണം. ക്യാൻസർ പിടിച്ച ആൾക്കാരുടെ മുഖം, അല്ലേ, വികൃതമായ മുഖങ്ങളും രൂപങ്ങളൊക്കെ ചിത്രമൊക്കെ കൊടുക്കണം. അത് സർക്കാരിന്റെ നിയമമാണ്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജീരിയസ് ടു ഹെൽത്ത്. അപ്പോ പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അതാണ് വാണിംഗ്. അതാണ് ശരിക്കും ഇൻദാർ. ഇത് അറബി നാടുകളിലാണെങ്കിൽ വാണിങ്ങിന് പകരം എന്താ എഴുതാന്നോ? അതിന്റെ അടിയിൽ ഇൻദാറാണ്. ഇൻദാർ എന്താ? വാണിംഗ്. മുൻദിറാല വാണിംഗ് കൊടുക്കുന്നവർ. ആ പ്രവാചകന്മാരുടെ ഡ്യൂട്ടി തബ്ശീർ പോലെ തന്നെ എന്താണ്? ഇൻദാറാണ്, വാണിംഗ് ആണ്. ലഹരി ഉപയോഗിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, വ്യഭിചരിക്കരുത്. നമ്മുടെ ശരീരത്തിന് മാനസികമായി തന്നെ ആരോഗ്യം ഉണ്ടാണെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മാനസികാരോഗ്യം തകർക്കുന്ന കാര്യങ്ങളെ ഖുർആൻ ശരിക്കും നമുക്ക് വിശദീകരിച്ചു തരുന്നു. നമുക്ക് നിങ്ങൾ എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്, എത്ര ലളിതമാണ്, എത്ര ആനന്ദദായകമാണ് അല്ലാഹു നമുക്ക് അവതരിപ്പിച്ചെന്ന ദീന്. പക്ഷെ ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? സൗകര്യങ്ങൾ എടുത്തിട്ട് സൗകര്യങ്ങളൊക്കെ
ഒഴിവാക്കി പോകണം. കല്യാണ വീട്ടിൽ നമ്മൾ സദ്യ കഴിക്കണ പോലെ അങ്ങനെയാകരുത്. അപ്പൊ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെയാണ് എന്ത് ചെയ്യേണ്ടത്? അതിനു വേണ്ടിയാണ് പ്രവാചകന്മാർ അയച്ചത്. മുന്തിരിയും വാണിംഗ് നൽകാൻ വേണ്ടി. ഇനി പറയുന്ന കാര്യം നല്ലോണം മനസ്സിരുത്തി നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. എന്തിനു വേണ്ടിയാ പഠിച്ചവൻ ഗ്രന്ഥങ്ങൾ ഇറക്കിയത്? മുർസലുകളെയും അമ്പിയാക്കളെയും നിയോഗിച്ചതെന്നാണോ? لئلا يكون للناس على الله حجة بعد الرسل لئلا يكون ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഇല്ലാതിരിക്കാൻ വേണ്ടി. ഇതാണ് ലഅല്ലാ യകൂന. ആർക്കില്ലാതിരിക്കാൻ വേണ്ടി? ലിന്നാസ്, ജനങ്ങൾക്കില്ലാതിരിക്കാൻ വേണ്ടി. അലല്ലാഹി, അല്ലാഹുവിനെതിരിൽ എന്ത്? ഹുജ്ജ, ഒരു ന്യായവാദം ഇല്ലാതിരിക്കാൻ വേണ്ടി. പഠിച്ചോലെ ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുക? ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെ? മരിച്ചോ ചെന്നിട്ട് പഠിച്ചോലെ സ്വർഗുണ്ടോ നരകണ്ടോ നിങ്ങൾക്കൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹ്ക്കെതിരിൽ ഒരു ന്യായം പറയാൻ അവിടെ എന്തില്ല? അവകാശമില്ലാതിരിക്കാൻ വേണ്ടിയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാ മുർസലുകളെ നിയോഗിച്ച് നിങ്ങൾക്ക് വേദഗ്രന്ഥവും അതിന്റെ സന്ദേശവും ഹിദായത്തും ഒക്കെ നൽകിയിട്ടുള്ളത് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്. ഇനി ആരാരുടെ ഡ്യൂട്ടിയാണ് നിർവഹിക്കേണ്ടത്? നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കണം. അതാണ് ജീവിതം. ഇനി പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന, ഖുർആനിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നമുക്ക് വിഷമമുള്ള എന്തെങ്കിലും ഉണ്ടോ? പ്രയാസമുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം ശരിക്കും നമ്മുടെ മുമ്പിൽ എല്ലാം രേഖപ്പെടുത്താണ്. സഹാബിമാരെ നബിന്റെ കൂടെ നിന്നുകൊണ്ടാണ്. എന്തൊക്കെയാണ് നബിന്റെ ഇഷ്ടങ്ങൾ? നബി എങ്ങനെയാണ്? നബിന്റെ താടിയിൽ നരച്ച രോമങ്ങളുടെ എണ്ണം വരെ ആര് നോക്കി? നര തുടങ്ങിയത് അവരറിഞ്ഞു. നര വന്നത് നമ്മളൊക്കെ നര വരില്ലേ? ചെറുപ്പക്കാരായി ഞാൻ നടക്കുമ്പോ നമ്മൾക്ക് നര വരുന്ന അറിയില്ല. കാരണം അഭിഷേകം എടുക്കുന്നു. ഇന്ന് സുഖമില്ലാത്ത ആഴ്ച കിടക്കുമ്പോഴാണ് എന്തറിയാം അങ്ങനെ പരിപാടി ഉണ്ടോന്ന് അറിയാം. ആ സഹാബത്ത് നോക്കി നബിനെ എത്ര നബിന്റെ കൂടെ, അതാ നബിന്റെ കാലടികളെ പിന്തുടർന്ന് പ്രവാചകൻ എന്ത് ചെയ്തു, എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, റസൂൽ എങ്ങനെ കിടന്നുറങ്ങുന്നു, ജീവിതത്തിന്റെ എല്ലാ സംഗതികളും, റസൂൽ അങ്ങാടിയിൽ പോയാൽ എങ്ങനെയാണ്, ആളുകളോട് ഇടപഴകുന്നത് എങ്ങനെയാണ്, എല്ലാം പ്രവാചകന്റെ കുടുംബജീവിതം എങ്ങനെയാണ്, തന്റെ സഹധർമ്മിണികളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, മക്കളെ എങ്ങനെയാണ് വളർത്തിയത്, പേരക്കുട്ടികളെ എങ്ങനെയാണ് താലോലിച്ചത്, ആരൊക്കെയാണ് പ്രവാചകൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് രംഗത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാതൃകയില്ലാത്തത്? അങ്ങനെ ഒരു റസൂലിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ഭാഗ്യല്ലേ? നമ്മുടെ ഭാഗ്യം തന്നെയല്ലേ നമ്മുടെ അവസാനത്തെ ഉമ്മത്തായി എന്നുള്ളതും വിശുദ്ധ ഖുർആൻ പരിപൂർണമായി അവതരിച്ചതിന് ശേഷം ജീവിക്കാൻ കഴിഞ്ഞു എന്നതും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ജീവിത മാതൃകകൾ ഇന്നും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതും അല്ലാഹ് നമുക്ക് നൽകിയ അനുഗ്രഹം തന്നെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഈ ദീനിൽ നമുക്ക് ഇടങ്ങേറുള്ള വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, നമുക്ക് പരിഹാരം അറിയിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ ജീവിതം കൊണ്ട്, ഇസ്ലാമിക ജീവിതം കൊണ്ട് നിങ്ങളുടെ ദുനിയാവിൽ സമാധാനം, ശാന്തി, സംതൃപ്തി, ആനന്ദം, ആഹ്ലാദം, ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് എവിടെ എന്തുണ്ട്? സ്വർഗ്ഗം. അതാ ഖുർആൻ പറഞ്ഞത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈമാനോടുകൂടി ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ നല്ലൊരു ജീവിതം ഈ ദുനിയാവിൽ നാം അവരെ അനുഭവിപ്പിക്കും. അതിനു പുറമെ
വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവരെവിടെ ചെയ്ത പുണ്യങ്ങളെക്കാൾ അതിന് പ്രതിഫലമായി അല്ലാഹു അനുഗ്രഹീതമായ പ്രതിഫലമായി സ്വർഗ്ഗലോകം അവർക്ക് നൽകും. അതാണ് തബ്ശീർ. അതില്ല ചെയ്യാത്തവർക്കോ നരകശിക്ഷയാണ്. അതാണെന്ത്? വാടി നരകമുണ്ട്, ശിക്ഷയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യമാണ്. വകാനല്ലാഹു അസീസൻ ഹകീമാ. ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസ്, അവൻ പ്രതാപശാലിയാണ്. ഹകീം, അവൻ യുക്തിമാനുമാണ്. വിശുദ്ധ ഖുർആൻ യുക്തിബന്ധുരമാണ്, അല്ലേ? ഖുർആനെ കുറിച്ചും ഏത് വിശേഷം പറഞ്ഞിട്ടുണ്ട്? അല്ലാഹുവിന്റെ കലാമായ ഖുർആനെ കുറിച്ചും ഹകീം എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടാണെന്ത്? ഹകീം എന്നത്, അല്ലേ? യാസീൻ എന്ന് നോക്കിയ ആദ്യ ഭാഗം എല്ലാവർക്കും അറിയാം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. യുക്തിബന്ധുരമായ ഈ ഖുർആൻ തന്നെയാണ് സത്യം. യുക്തിമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധിയും ചിന്തയും ആലോചിക്കാനുള്ള ശേഷിയും ഒക്കെ നൽകി യുക്തിമാന്മാരായ മനുഷ്യർക്ക് അവതരിച്ച ഗ്രന്ഥമാണത് ഖുർആൻ ഹകീം, യുക്തിബന്ധുരമായ ഗ്രന്ഥം. ഈ ഗ്രന്ഥം വായിച്ച് പഠിച്ച് കഴിയുന്നത്ര ഇതിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ പറ്റിപ്പോകുന്നുണ്ട് റബ്ബേ. നിന്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാട്ടി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നൽകണമേ. രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങളുടെ ഇടങ്ങളിലൂടെ, മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ. മനസ്സിന് സമാധാനം നൽകണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.